السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരും മറ്റു സുഹൃത്തുക്കളും, നാം ഇന്നിവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് മസ്ഹദയുടെ വേദിയിലാണ്. നാം ഇന്നിവിടെ ഒരുമിച്ചു കൂടിയതുപോലെ അല്ലാഹു തആലയുടെ ജന്നാത്തിനായി നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമുക്കറിയാം, ഇസ്ലാമിൽ ഏറ്റവും കർശനമായി നിരോധിക്കപ്പെട്ട ഒരു കാര്യമാണ് റിബ എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ റിബയിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിർദ്ദേശിക്കുകയും അതുപോലെ തന്നെ അതിൽ നിന്ന് വിട്ടുനിൽക്കാത്തവർക്ക് കടുത്ത താക്കീതും നൽകിയിട്ടുണ്ട്. ഫഇല്ലം തഫഅലൂ ഫഅദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി. യുദ്ധപ്രഖ്യാപനം എന്ന് തന്നെ പറയാം. റിബയിൽ നിന്നും പിന്മാറാത്തവർക്ക് നമുക്കറിയാം, വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗത്തിൽ നിന്നും മറ്റു തെറ്റ് ചെയ്യുന്നവരോടുള്ള സമീപനം പോലെയല്ല പലിശക്കാരോട് ഖുർആൻ സമീപിക്കുന്നത്. പ്രധാനമായും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ റിബ വരുന്നത് രണ്ട് വിഷയത്തിലാണ്. ഒന്ന് ബൈഅയിലും, രണ്ട് ഖർദിലും. അൽ ബൈഉ റിബ എന്ന് പറഞ്ഞാൽ റിബ എന്ന് പറഞ്ഞാൽ അൽ മുറാദു ബിൽ ബൈഇ റിബവി ബൈഉ തആമി ബിൽ തആമി ഔ ബൈഉ നഖദി ബിൽ നഖദി. അതായത് തആമിന് പകരം തആം വിൽക്കുക, അല്ലെങ്കിൽ നഖദിന് പകരം നഖദ് വിൽക്കുക. ഇപ്പോ അരി വാങ്ങിയിട്ട് അരി തന്നെ തിരിച്ചു വിൽക്കുക, അല്ലെങ്കിൽ സ്വർണം വാങ്ങിയിട്ട് സ്വർണം വിൽക്കുക. ഈ കച്ചവടം ഇസ്ലാമിൽ സ്വഹീഹാകണമെന്നുണ്ടെങ്കിൽ അതിന് സാധാരണ ബൈഅിനേക്കാൾ 3 ഷർത്ത് അധികമുണ്ട്. അതിൽ നിന്നുള്ള ഒന്ന് എന്ന് പറയുന്നത് മുമാസലത്തി എന്ന ഷർത്താണ്. മുമാസലത്തി എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന സാധനവും വാങ്ങുന്ന സാധനവും ഒരേ അളവിലായിരിക്കണം. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഹുലൂലി എന്ന ഷർത്താണ്. ഹുലൂലി എന്ന് പറഞ്ഞാൽ ഇടപാടുകൾക്ക് അവധി നിശ്ചയിക്കാൻ പാടില്ല. മൂന്നാമത്തേത് തഖാബുദ് എന്ന ഷർത്താണ്. തഖാബുദ് എന്ന് പറഞ്ഞാൽ ഇടപാട് നടക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ അവരുടെ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടണം. അപ്പോൾ തന്നെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനേക്ക് പലിശ എന്ന് പേര് പറയും. ഈ 3 ഷർത്തുകളിൽ നിന്നും ഒരു ഷർത്തിനെ വിരോധിച്ചാൽ തന്നെ അതിനേക്ക് പലിശ എന്നാണ് പേര് പറയുക. എന്നാൽ നമ്മൾ ഇനി അരിക്ക് പകരം ഗോതമ്പ് വാങ്ങി, അല്ലെങ്കിൽ സ്വർണം കൊടുത്തിട്ട് വെള്ളി വാങ്ങി, ഇങ്ങനെയൊക്കെയാണ് വാങ്ങുന്നത് എങ്കിൽ ഇതിൽ നിന്നും നമുക്ക് ഒരു ഷർത്ത് ഒഴിവായിട്ടുണ്ട്. മുമാസലത്ത് എന്ന ഷർത്ത് ഇതിൽ നിന്നും ഒഴിവാണ്. അഥവാ ഇതിൽ ഇനി ഇടപാടിനെ അവധി നിശ്ചയിക്കാതിരിക്കുക, പിന്നെ അതുപോലെ തന്നെ ഇടപാട് നടത്തിയ സ്ഥലത്ത് വെച്ച് തന്നെ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക എന്നുള്ള ഷർത്ത് മാത്രം പാലിച്ചാൽ മതിയാകും. ഇങ്ങനെയുള്ള ഈ കച്ചവടം ഇങ്ങനെയുള്ളതിനാണ് അൽ ബൈഉ റിബ എന്ന് പറയുന്നത്. അതുപോലെ അരി കൊടുത്തിട്ട് സ്വർണം വാങ്ങുക, അല്ലെങ്കിൽ സ്വർണം കൊടുത്തിട്ട് ഗോതമ്പ് വാങ്ങുക, ഇങ്ങനെയുള്ളതൊന്നും ബൈഉ റിബയുടെ ബാബിൽ പെടുന്നതല്ല. മൊത്തത്തിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ പലിശയെ നമുക്ക് 4 ആയി തരംതിരിക്കാൻ കഴിയും. അതിൽ നിന്നും ഒന്നാമത്തത് റിബൽ ഫദ്ലി, രണ്ടാമത്തത് റിബൽ യദ്, മൂന്നാമത്തത് റിബൽ നിസാഇ, നാലാമത്തത് റിബൽ ഖർദ്. റിബൽ ഫദ്ലി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഷർത്തുകളിൽ നിന്നും മുമാസലത്തി എന്ന ഷർത്തിനെ ഒഴിവാക്കിയാൽ അതിനേക്ക് റിബൽ ഫദ്ലി എന്ന് പറയും. റിബൽ യദ് എന്ന് പറയുന്നത് തഖാബുദ് എന്ന ഷർത്തിനെ ഒഴിവാക്കിയാൽ അതിനേക്ക് റിബൽ യദ് എന്ന് പേര് പറയും. അതുപോലെ തന്നെ റിബൽ നിസാഇ എന്ന് പേര് പറയുന്നത്
ഹുലൂലി എന്ന ഷർത്തിനെ നമ്മൾ ഒഴിവാക്കിയാൽ അതിന് റിബൻ നിസാബി എന്ന് പേര് പറയും. റിബൽ ഖർള് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കടം വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും ഉണ്ടാകുന്ന പലിശ. റിബൽ ഖർള് എന്ന് പറഞ്ഞാൽ കുല്ലു ഖർളിൻ ജർറ മൻഫഅതൻ ഫഹുവ റിബ. അതായത് കടം കൊടുക്കുന്ന വ്യക്തിക്ക് ഭൗതികമായി എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യം വ്യവസ്ഥ വെച്ചുകൊണ്ട് ഉള്ള ഏതൊരു കടവും ഏത് ഇടപാടുകളും പലിശയാണ്. ഇങ്ങനെയുള്ള കടമിടപാടുകൾ നാം പലരും തെറ്റിദ്ധരിച്ചു വെച്ചൊരു കാര്യമുണ്ട്. നാം ഇപ്പോൾ ഒരാൾക്ക് 100 രൂപ കടം കൊടുത്തിട്ട് അയാൾ നമുക്ക് തിരിച്ചു തരുമ്പോൾ 110 രൂപ തരിക, ഇതിനാണ് പലിശ എന്ന് പറയുന്നത് എന്ന് നമ്മിൽ പലരും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷേ അതിനല്ല ഇവിടെ പലിശ എന്ന് പറയുന്നത്. ഈ കടം കൊടുക്കുന്ന വ്യക്തി ആ കടം കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു വ്യവസ്ഥ വെക്കുന്നുണ്ട്. നിങ്ങൾ എനിക്ക് തിരിച്ച് പൈസ തരുമ്പോൾ ഇത് 110 രൂപയായി എനിക്ക് തിരിച്ചു തരണം എന്നുള്ള വ്യവസ്ഥ അവിടെ വെക്കുമ്പോൾ ആ വ്യവസ്ഥക്കാണ് ഇവിടെ റിബ എന്ന് പേര് പറയുന്നത്. അല്ലാതെ അയാൾ തിരിച്ചു തരുന്ന 110 രൂപക്കല്ല ഇവിടെ റിബ എന്ന് പറയുക. ഇനി അയാൾ പൈസ തിരിച്ചു തരുന്ന സമയത്ത് നമുക്ക് 110 രൂപ തരുമ്പോ നമ്മൾ അതിൽ നിന്നും 110 രൂപ വേണ്ട, എനിക്ക് 100 രൂപ മതി എന്ന് പറഞ്ഞ് വാങ്ങിയാലും ആ ഇടപാടിൽ പലിശ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ 100 രൂപ നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിലും അതിൽ പലിശ എന്ന് തന്നെയാണ് പേര് പറയുക. ഇനി നാം അതിന് വേറൊരു ഉദാഹരണം കൂടെ പറയാം. ഒരു മുതലാളി, ഒരു പാവപ്പെട്ട ആൾ, അയാൾക്ക് നല്ല സ്ഥലമുണ്ട്, കുറച്ച് നല്ല സ്ഥലങ്ങളുണ്ട്. ഈ ആള് മുതലാളിയോട് പോയിട്ട് കുറച്ച് പൈസ കടം ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് മുതലാളി അതാ അവിടെ കുറച്ച് നിബന്ധന വെക്കുകയാണ്. ഞാൻ നിനക്ക് പൈസ തരാം, പക്ഷേ നീ ആ സ്ഥലം വിൽക്കുന്ന സമയത്ത് എന്നോട് പറയണം, ആ സ്ഥലം എനിക്ക് തരണം, മറ്റാർക്കും വിൽക്കരുത്. സ്ഥലത്തിന്റെ പൈസ ഫുള്ള് ഞാൻ തരാം, പക്ഷെ ആ സ്ഥലം നീ മറ്റാർക്കും വിൽക്കരുത്, എനിക്ക് തന്നെ വിൽക്കണം എന്ന് നീ പറയുകയാണെങ്കിൽ നിനക്ക് ഞാൻ പൈസ കടം തരാം എന്ന് വ്യവസ്ഥ വെച്ചാലും ഈ ഇടപാടിനും പലിശ എന്ന് തന്നെയാണ് പേര് പറയുക. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇടയിൽ പല ആളുകളും കുടുങ്ങി പോകുന്ന ഒന്നാണ് ബാങ്ക് ഇടപാടുകൾ. ബാങ്ക് ഇടപാടുകളിൽ നിന്നും എത്രയും നമുക്ക് വിട്ടു നിൽക്കാൻ കഴിയുമെങ്കിൽ അത്രയും നമ്മൾ വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. ബാങ്ക് അക്കൗണ്ടൊന്നും ഉണ്ടാക്കാതെ എത്രയും നമുക്ക് വിട്ടു നിൽക്കാൻ കഴിയുമോ അത്രയും നമ്മൾ വിട്ടു നിൽക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കറിയാം, ബാങ്കിലുള്ള ഒരു അക്കൗണ്ടാണ് സേവിങ്സ് അക്കൗണ്ട്. സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സേവിങ്സ് അക്കൗണ്ട് വഴി അക്കൗണ്ടിലേക്ക് പൈസ ഇടുമ്പോൾ അതിൽ നിന്നും നമുക്ക് നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ നമുക്ക് അതിൽ പലിശ വർധനവുണ്ടാകും, ധനവർധനവുണ്ടാകും. ഈ ഇടപാട് നമ്മുടെ മതത്തിൽ ഹറാമാണ്, നിഷിദ്ധമാണ്. അതുപോലെ മറ്റൊരു അക്കൗണ്ടിന്റെ പേരാണ് ഫിക്സഡ് അക്കൗണ്ട്. ഫിക്സഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഫിക്സഡ് അക്കൗണ്ട് വഴി പൈസ ഇട്ട് കഴിഞ്ഞാൽ നിശ്ചിത കാലാവധി കഴിഞ്ഞിട്ട് നമുക്ക് പൈസ ലഭിക്കുന്നതേ എങ്കിലും അതിനും നമുക്ക് പലിശ വരുന്നുണ്ട്, അതിനും നമുക്ക് ധനവർധനവ് വരുന്നുണ്ട്. ഇതിനും നമ്മൾ ഹറാം തന്നെയാണ് നമ്മുടെ മതത്തിൽ. ഇത് നമ്മുടെ മതത്തിൽ നിഷിദ്ധമായതാണ്. അതുപോലെ പിന്നെ വേറെ ഒന്ന് വരുന്നത് കറന്റ് അക്കൗണ്ടാണ്. ഈ അക്കൗണ്ട് നമ്മുടെ എല്ലാ ബാങ്കുകളിലും വ്യക്തികൾക്ക് ലഭിക്കുകയില്ല എന്നാണ്. പക്ഷെ അത് ലഭിക്കുന്ന ബാങ്കുകളിൽ പോയി എടുക്കേണ്ടി വരും. ഇതിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സമയത്തും കൂടുതൽ കിട്ടുകയില്ല, നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരികയുമില്ല. ഇങ്ങനെയാണ് ഇതിലുള്ള ഇടപാട്. പക്ഷേ എന്നാലും നമ്മൾ ഈ ഇടുന്ന പൈസ അവർ എന്തിനാണ് ഉപയോഗിക്കുക എന്നൊന്നും നമുക്ക് പറയാൻ കഴിയുകയില്ല. എന്നാലും നമ്മൾ പരമാവധി എത്രയും വിട്ടു നിൽക്കാൻ കഴിയുകയാണെങ്കിൽ അത്രയും വിട്ടു നിൽക്കുകയാണ് വേണ്ടത് എന്ന്